പോലെയുള്ള അസുഖങ്ങളെ പറ്റി കേട്ടപ്പോൾ കുട്ടികൾക്കും പേരൻസിനൊക്കെ ഇങ്ങോട്ട് വരാനും ഒക്കെ ഒരു ഭയമുണ്ട്. ഇതിന്റെ കാറ്റ് മൂത്രം ഭയങ്കര നാറ്റമാണ്. അപ്പം കുട്ടികളുടെ യൂണിഫോമിന്റെ ദേഹത്ത് മുതൽ കാട്ടിച്ച് വെക്കുക. കൊല്ലം സിവിൽ സ്റ്റേഷനടുത്തുള്ള ടൗൺ UP സ്കൂളിനാണ് വവ്വാലുകൾ ഭീഷണിയാകുന്നത്. സ്കൂൾ അങ്കണത്തിലും സമീപത്തുള്ള വൃക്ഷങ്ങളിലുമായി നൂറുകണക്കിന് വവ്വാലുകളാണ് പകൽ സമയത്ത് തമ്പടിക്കുക. ഇവയുടെ വിസർജ്യവും ഭക്ഷണാവശിഷ്ടങ്ങളും സ്കൂൾ പരിസരത്തെ മലീമസമാക്കുന്നതിനൊപ്പം രോഗഭീതിയും ഉയർത്തുന്നു. നിപ വാഹകരായ വവ്വാലുകൾ വലിയ തോതിൽ സ്കൂൾ പരിസരത്ത് ചേക്കേറുന്നത് മൂലം രക്ഷിതാക്കളും അധ്യാപകരും ആശങ്കയിലാണ്. നിപ്പ പോലെയുള്ള അസുഖങ്ങളെ പറ്റി കേട്ടപ്പോൾ കുട്ടികൾക്കും പേരൻസിനൊക്കെ ഇങ്ങോട്ട് വരാനും ഒക്കെ ഒരു ഭയമുണ്ട്. കാരണം നിറയെ വവ്വാലുകളാണ്. ക്ലാസ് തുടങ്ങുമ്പോഴൊക്കെ അതിൻ്റെ ശബ്ദമാണ് മുഴങ്ങി കേൾക്കുന്നത്. വവ്വാലുകൾ ഇവിടെ കൂട്ടത്തോടെ വന്ന് താമസിക്കുന്നു. അതിൻ്റെ സൗണ്ട് എപ്പോഴും ഏത് സമയത്തും ഈ സ്കൂൾ കോമ്പൗണ്ടിൽ കേൾക്കാം. ഇവയുടെ വിസർജ്യങ്ങൾ വീണ് വാഹനങ്ങളും രോഗകാരണമാകാം വിധം മലിനമാകുന്നു. ഇവയുടെ കരച്ചിലും സ്കൂൾ അന്തരീക്ഷത്തിന് അലോസരമാകുന്നുണ്ട്. PTA അപേക്ഷ നൽകിയതിനെ തുടർന്ന് PWD സ്കൂളിന്റെ പ്രവേശന കവാടത്തിന് സമീപത്തുള്ള ഒരു വൃക്ഷത്തിന്റെ കുറെ ശാഖകൾ മുറിച്ചതോടെ വവ്വാലുകൾ കൂട്ടത്തോടെ തൊട്ടു ചേർന്നുള്ള ഒരു വൃക്ഷത്തിൽ ചേക്കേറിയതിനാൽ പ്രശ്നങ്ങൾ തുടരുകയാണ്. സ്കൂളിലേക്ക് വരുമ്പോൾ തന്നെ ഞങ്ങളുടെ ഡ്രസ്സ് മൊത്തം വവ്വാൽ കാഷ്ടിച്ച് വെക്കാറുണ്ട്. പല ഈ വവ്വാലിന്റെ ശബ്ദങ്ങൾ കാരണം ഞങ്ങൾ ക്ലാസ് പലപ്പോഴും ഞങ്ങൾക്ക് നല്ലോണം ക്ലാസ് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. തങ്ങളുടെ ആശങ്കകൾക്ക് അറുതിയുണ്ടാകും വിധം അധികൃതരുടെ ഇടപെടലുണ്ടാകണമെന്നാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. ശരിക്കും പക്ഷേ ഈ മരം ആവശ്യം നമ്മുടെ അല്ല, നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിൽ നമ്മുടെ വിഷയത്തിൽ വരുന്നതല്ല. പക്ഷേ ഈ വവ്വാലും നമുക്കൊരു ഇഷ്യൂ ആണ്. അതിനകത്തേക്കുന്ന വവ്വാലും നമുക്ക് പ്രശ്നമാണ്. കാര്യം ഒരു എന്തെങ്കിലും ഇത് കടിച്ചു കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചുകുട്ടികളാണ്, LKG UKG കുഞ്ഞുങ്ങളാണ്. ഇവരൊക്കെ എടുത്ത് വായിലിട്ടാൽ അതൊരു പ്രശ്നമാണ്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലം ടൗൺ UP സ്കൂളിൽ നിന്നും നീരജ് ലാൽ, ആശ്രാമം.